CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വേർപാടിന്റെ വേദന അകലും മുമ്പ് അദ്ദേഹത്തിനെതിരെ വർഗീയ വിദ്വേഷ പ്രചാരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദുത്വവാദികൾ. യെച്ചൂരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാൻ ശവപ്പെട്ടി ഉപയോഗിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് വിദ്വേഷത്തിന് തുടക്കമിട്ടത്. ശവപ്പെട്ടി ക്രിസ്ത്യാനികളാണ് ഉപയോഗിക്കുക എന്നും അതിനാൽ സീതാറാം യെച്ചൂരി ക്രിസ്ത്യാനിയാണ് എന്നുമായിരുന്നു ആരോപണം. മൃതദേഹം പൊതുദർശനത്തിന് വെക്കാൻ ശവപ്പെട്ടിയിലാക്കി JNUവിൽ കൊണ്ടുപോയ വീഡിയോയും ചിത്രങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. തീവ്ര വലതുപക്ഷവാദിയായ വോക്ക് ഫ്ലെക്സും ഇതേ ആരോപണം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മൃതദേഹം ഗവേഷണത്തിനായി കുടുംബം എയിംസിന് കൈമാറിയിരുന്നു. അതിനാൽ മൃതദേഹം കേടുവരാതിരിക്കാൻ മരുന്നുകൾ കുത്തിവെച്ച് എംബാം ചെയ്തിരുന്നുവെന്നും ഇതേ തുടർന്നാണ് ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചതെന്നും എയിംസിലെ പ്രൊഫസർ ഡോക്ടർ റിമ ദാദ പറഞ്ഞു. മൃതദേഹം ദാനം ചെയ്തതിനാൽ അന്ത്യകർമ്മങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നതും വസ്തുതയാണ്. തെലുഗു സംസാരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു യെച്ചൂരിയുടെ ജനനം. ഒരു മതത്തിലും വിശ്വസിക്കാതിരുന്ന യെച്ചൂരി താൻ നിരീശ്വരവാദിയാണെന്ന് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. 2017 അന്നത്തെ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവനയെ വിമർശിച്ചാണ് യെച്ചൂരി ട്വിറ്ററിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ശവപ്പെട്ടിയുടെ ആകൃതി നോക്കി യെച്ചൂരിയെ ക്രിസ്ത്യൻ വർഗീയവാദിയാക്കാനുള്ള നീക്കത്തെ CPM പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം രൂക്ഷമായി വിമർശിച്ചു. ശവപ്പെട്ടികൾക്ക് പ്രത്യേക മതമൊന്നുമില്ല. സങ്കുചിതമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാം വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിന് പിന്നിൽ. പുതിയ ഇന്ത്യയിലെ വിഷലിപ്തമായ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എല്ലാം മതവുമായി ബന്ധിപ്പിച്ച് വായിക്കുന്നു. മതവിശ്വാസങ്ങൾ മാനുഷികവും വ്യക്തിപരവുമാണ്. ആരാധകനും ആരാധിക്കപ്പെടുന്നവനും തമ്മിലുള്ള ബന്ധമാണത്. ഇക്കാര്യം സഖാവ് സീതാറാം യെച്ചൂരി തന്നെ തന്റെ രാജ്യസഭാ പ്രസംഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് സലീം വ്യക്തമാക്കി. മരണപ്പെട്ടവരെ വച്ചുപോലും വർഗീയത പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത കൂട്ടരാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നതിൽ സംശയമില്ല. ഒരു വ്യക്തിയുടെ മരണം സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടാക്കിയ വേദന മാറുന്നതിന് മുന്നേ തന്നെ അവർക്കെതിരെ വർഗീയ പ്രചാരണം നടത്താൻ ഹിന്ദുത്വവാദികൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല.